മനസ്സിന് വിഷമമുണ്ടാക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന 2 പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെയും ലോക്കൽ ബോഡിയുടെയൊക്കെ അടിയന്തര ശ്രദ്ധ വേണ്ട 2 കാര്യങ്ങൾ കാണാനിടയായി. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പറയാൻ പോയി കഴിഞ്ഞാലും അത് പ്രശ്നമുണ്ട്. കാരണം ഈ തെരുവ് നായ പ്രേമികൾ ഒരുപാട് പേരുണ്ട്, സ്നേഹികൾ, ആ മൃഗസ്നേഹികൾ അവരിഞ്ഞിറങ്ങും പ്രശ്നമായിട്ട്. പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ്റെ കീഴിൽ, കോർപ്പറേഷനിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുന്ന ഒരു ഭാഗത്ത് ജനവാസ മേഖല, നല്ല വലിയ രമ്യഹർമ്മങ്ങളുള്ള സ്ഥലമാണ്. ഒരുപാട് വലിയ വീടുകൾ ഉണ്ട്, അവിടെ ആളുകൾ താമസിക്കുകയാണ്. അതിന് തൊട്ടടുത്തായിട്ട്, അതിൻ്റെ മുമ്പിലായിട്ട് നേരെ ഒരു വീട്ടിൽ ഈ 50 തെരുവ് നായ്ക്കളെ, 50ൽ പരം തെരുവ് നായ്ക്കളെ വളർത്തുകയാണ്. അതിന് തെരുവ് നായ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതോ, അത് സുപ്രീം കോടതി പറഞ്ഞുകൊണ്ട് തോന്നിയ ദിവസം പോലെ ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും അതിന് ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും ഞാനെതിരല്ല. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഒരു സഹോദരി പറയുന്നത് കേട്ടു. അവരും അവരുടെ 10 വയസ്സുള്ള മകനുമാണ് ആ വീട്ടിലുള്ളത്. അവരിപ്പോൾ ഐസൊലേറ്റഡ് ആണ്. കാരണം അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ ഒക്കത്തില്ല. കാരണം ഈ നായ്ക്കളെ മുഴുവൻ അഴിച്ചുവിട്ടേക്കുക. അത് ഭയങ്കരമായിട്ട് കുരച്ച് ശല്യം ചെയ്യുക മാത്രവും, അവിടെ ദുർഗന്ധം മൂലം താമസിക്കാനൊക്കത്തില്ല. അവർ മെഴുകുതിരിയോ ഏതാണ്ടൊക്കെ കത്തിച്ച് വെച്ച് ആ മണം, അതിന് ദുർഗന്ധം മാറ്റാനായിട്ട് ആ വീട്ടിലിരിക്കുക. നല്ല വീടാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യന് താമസിക്കാൻ പറ്റുമോ? ഇറങ്ങിയാൽ പട്ടി കടിച്ചു കയറും. അത് കാരണം അവർക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ ഒക്കത്തില്ല. അവർ ഐസൊലേറ്റഡ് ആയിട്ട് ഇങ്ങനെ കഴിയാന്ന് പറഞ്ഞ് കരയുന്നു. അവർ ആ കരച്ചിൽ കാണണം. ഈ BJPയുടെ നേതൃത്വത്തിൽ ഇപ്പം ഈ അവിടെ കോർപ്പറേഷൻ ഭരിക്കുന്നല്ലോ. നിങ്ങൾ ഇലക്ഷൻ്റെ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ നിങ്ങൾ പറഞ്ഞേക്കുന്ന കാര്യം എന്തുവാ? ഈ തെരുവുനായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നല്ലേ? തെരുവുനായകളെയൊക്കെ എല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നല്ലേ? ഇതിനെ എന്താ കൊണ്ടുപോകാത്തത്? ഇത് മാത്രമല്ല, ഇതിനകത്ത് പ്രശ്നം എന്തെന്നറിയോ? കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ്, ഈ വളർത്തുന്നത്. ഈ പട്ടികൾ കുരച്ച് ശല്യം ഉണ്ടാക്കുക, അവർക്കൊരു മാർഗവുമില്ല. അവിടെ ആ പരിസരത്ത് ആ നാട്ടുകാരെല്ലാം വന്ന് പറയുന്നു. കാരണം ഇവിടെ ദുർഗന്ധമെന്ന് പറഞ്ഞാൽ ഇതിലെ കൂടെ നടക്കാൻ ഒക്കത്തില്ല, ഒരു മാർഗവുമില്ല, അതുപോലെ അത്ര വലിയ ദുർഗന്ധം, വല്ലാത്ത ദുർഗന്ധമാണ് എന്ന്. ആ രീതിയിലാണ്. മനുഷ്യ ജീവിതം ഇങ്ങനെ ദുസ്സഹമാക്കാൻ പാടുണ്ടോ? ഇത് മാത്രമല്ല, ആ സഹോദരി, ഞാൻ നേരത്തെ പറഞ്ഞ അവർ പറയുന്നത് കേട്ടിട്ട് വളരെ സങ്കടം തോന്നി. അവർ ഐസൊലേറ്റഡ് ആണെന്ന് പറയാൻ കാര്യം എന്തെന്നറിയോ? അവർക്ക് അവശ്യ സർവീസുകൾ ആയിട്ടുള്ള അവരൊക്കെ വീട്ടിൽ പത്രം കിട്ടത്തില്ല, കൊണ്ടുവരുന്നില്ല. പത്രം ഇടാൻ വരുന്നതിന് ജീവൻ ഇപ്പോൾ പേടിയില്ലേ? കിട്ടത്തില്ല, പത്രം കിട്ടത്തില്ല, പാല് കിട്ടത്തില്ല, അത് കൊണ്ടുവരത്തില്ല. ആരും ഇവർ പോയി വാങ്ങിച്ചോണം ഇതെല്ലാം. പിന്നെ മാത്രമല്ല, ഇവർക്ക് ഈ ഇലക്ട്രിസിറ്റി മീറ്റർ ഉണ്ടല്ലോ, അതും അതുപോലെ വാട്ടർ മീറ്ററും ഒക്കെ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇവർ അയക്കണം, എന്നാലേ അവർക്ക് ബില്ല് കിട്ടത്തുള്ളൂ. അതിൻ്റെ കാരണം അവർക്കിത് നോക്കാൻ വരുന്നവർക്ക് ഉണ്ടല്ലോ, അവർക്ക് അവിടെ വരാൻ ഒക്കത്തില്ല. ഇത്രത്തോളം ദുസ്സഹമാണ് ആ നാട്ടുകാരുടെ ജീവിതം ആ പ്രദേശത്ത്. ഇത് അടിയന്തര ശ്രദ്ധ വേണ്ടതല്ലേ കോർപ്പറേഷൻ്റെ? നിങ്ങൾ വലിയ കാര്യമായിട്ടൊക്കെ ഭരിക്കുന്നല്ലോ ശ്രീ രാജേഷ്, നിങ്ങൾ ഭരിച്ചോളൂ. പക്ഷേ ഈ പാവപ്പെട്ട കുറേ ആളുകളുണ്ടല്ലോ അവിടെ താമസിക്കുന്ന, അന്തസ്സായിട്ട് താമസിക്കുന്നത്, അവരുടെ ആളുകളെ കാര്യം നോക്കണ്ടേ? അതുപോലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, അങ്ങേക്കല്ലേ ആഭ്യന്തര വകുപ്പിൻ്റെ ചാർജ്? അങ്ങയുടെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഈ പണി ചെയ്യുന്നത്. സാധാരണഗതി നാട്ടുകാർക്കൊരു ബന്ധപ്പാട്, ഇതുപോലുള്ള ഒരു അക്രമം വന്നാൽ, അല്ലെങ്കിൽ ബന്ധപ്പാട് വന്നാൽ അവർ പോലീസിലാണ് പരാതി കൊടുക്കേണ്ടത്. ഇതിന് പോയി പോലീസ് സ്റ്റേഷനിലോട്ട് പരാതി കൊണ്ടുപോകാൻ പറ്റുമോ? എടുക്കത്തില്ലല്ലോ. കാരണം ഒരു പോലീസുകാരി ചെയ്യുന്ന പണിയായത്. യഥാർത്ഥത്തിൽ അവർ വളർത്തണ്ടെന്ന് പറയേണ്ടത്, അവർ തെരുനായ്ക്കളെ ഒരു 10,000 എണ്ണത്തിനെ വളർത്തിക്കോട്ടെ. അതിന് പറ്റിയ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് വളർത്തണം. അല്ലാതെ ഇതേപോലെ ഉള്ള സ്ഥലത്ത് ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ ഇത് ചെയ്യാൻ പാടില്ല. ഏതായാലും അത് കാണാം. നിങ്ങൾ ആ ക്ലിപ്പിംഗ് ഒന്ന് കാണണം. അത് മാതൃഭൂമി വന്നേക്കുന്നത് വളരെ വളരെ നമുക്ക് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് ഇതെല്ലാം കൂടെ കൂടിയെന്ന് കുരയ്ക്കുന്നത്. അത് കടിച്ച് കീറും ആളുകളെ. ആ രീതിയിലാണ്, അത്ര വയലൻ്റാണ്. ഇങ്ങനെയുള്ള പട്ടികളെ കൊണ്ടുവന്ന് വീട്ടിൽ വളർത്തുക, അതും ബാക്കിയുള്ള ആളുകളുടെ എല്ലാം സ്വൈര്യം കെടുത്താനായിട്ട്. ഇതിനൊരു നടപടി വേണം. ഇനി അടുത്തതായിട്ട് അതേപോലെ സങ്കടകരമായ ഒരു കാര്യം കണ്ടത്, ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന, പണിയ സമുദായത്തിൽപ്പെടുന്ന 44 കുടുംബങ്ങളാണ് ആറളം ഫാമിനടുത്തുള്ള വിയറ്റ്നാം പുഴ
എന്ന് പറയുന്ന വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ. ആ വിയറ്റ്നാം പുഴയുടെ തീരത്ത് കേട്ടോ, അവിടെ കിടന്ന് ഉറങ്ങുന്നത്. വീടില്ല, കൂടുതലൊന്നുമില്ല. 130 പേരുണ്ട്. ആകെ ആ 130 പേർക്ക് അവർ പായ അതുപോലുള്ള എന്തെങ്കിലും തുണിയും വിരിച്ച് ഈ ആറ്റിൻ്റെ ആ കരയിൽ ആ കിടന്ന് ഉറങ്ങുന്ന രാത്രി മുഴുവൻ. യഥാർത്ഥത്തിൽ രാജവെമ്പാല പാമ്പുള്ള സ്ഥലമാണ്. ആന ഇറങ്ങി വരും. അടച്ചുറപ്പുള്ള ഒരു വീട് അവർക്കില്ല ഈ പാവങ്ങൾക്ക്. ഇവർക്കെല്ലാം കൂടെ ഒരു 2 ശുചിമുറികളുണ്ട് ഈ 130 ആളുകൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അത് ഉപയോഗിച്ചോണം. അതിനകത്ത് നൂല് പോലെ വെള്ളം കിട്ടുമെന്ന് ചിലപ്പോൾ കിട്ടിയാലേ. ഇത് മുഴുവൻ അത്രത്തോളം വളരെ ദുഃഖകരമായ ജീവിതമാണ് അവരുടെ, ദുരിതപൂർണമായ ജീവിതം. 2008 മുതൽ ഇവർ ഈ സ്ഥലത്തിനും ഒക്കെ അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പട്ടയത്തിനും അതുപോലെ ഉള്ള അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുക. പട്ടയം കിട്ടാൻ, അല്പം ഭൂമി കിട്ടാനായിട്ട്, വീട് കിട്ടാനായിട്ട്. ഇന്ന് വരെ അധികാരികളുടെ കണ്ണ് തുറന്നിട്ടില്ല. ആകെപ്പാടെ ഈ പാവങ്ങൾക്ക് കിട്ടുന്ന ഒരു 30 കിലോ അരി കിട്ടും ഒരു കുടുംബത്തിന്. അതാണ് അവരുടെ ജീവനോപാധി. ഒരു നിവൃത്തിയില്ല. ഇവർക്ക് ലൈറ്റില്ല, വെളിച്ചമില്ല. അത് ടോർച്ച് കത്തിച്ച് വെച്ചാണ് അവർ അവരുടെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് രാത്രി. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഈ പുഴയോരത്ത് കിടന്നുറങ്ങുന്ന ഈ പാവങ്ങൾ എന്ന് കണ്ണ് തുറന്ന് സർക്കാർ കാണണം. ഇവിടെ അതിദാരിദ്ര്യ മുക്തബാല്യം നമ്മുടെ സംസ്ഥാനം ഇത് ഒന്ന് കണ്ണ് തുറന്ന് കാണണം. ഇവർ ദരിദ്രരാണ്, ഇവർ ആ പട്ടികയിലുണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ അവരുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അവർക്ക് പട്ടയത്തിനുള്ള കൊടുക്കാനുള്ള മാർഗം നോക്കണം. ഈ ഭൂമിയുടെ അവകാശികളാണ് അവരും. അവർ ആദിവാസികളായിപ്പോയി എന്നുള്ള ഒരൊറ്റ ഷെഡ്യൂൾഡ് ട്രൈബായിപ്പോയി എന്നുള്ള ഒരൊറ്റ കുഴപ്പമുള്ളവരും അവർക്ക്. വേറെ ഒന്നും അവർക്കില്ല. വേറെ ഒരു ഡിസബിലിറ്റി അവർക്കില്ല. അങ്ങനെ അവശരായിട്ട് കിടക്കുന്ന, ഒന്നുമില്ലാതെ ജീവിതത്തെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് അന്തരീക്ഷത്തിലേക്ക് നോക്കുകയാണ് ജീവിതം എങ്ങനെ പോവും എന്ന്. മഴയും വെയിലും കാറ്റും എല്ലാം കൊണ്ട് കിടക്കുകയാണ് അവിടെ ആ പാവങ്ങൾ. ഒരു മാർഗമില്ല. ഇവർക്ക് ഒരു ഒരു ടാർപോളിൻ പോലും ഇല്ല ഒരു കൂര കെട്ടാൻ. അങ്ങനെയുള്ള അത്രയും വലിയ അത്ര പാവങ്ങളാണ്. അവരുടെ കാര്യത്തിലേക്ക് അടിയന്തര ശ്രദ്ധ വേണം.